ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെറോം ബ്രൂണേഴ്സ് ഡെവലപ്മെൻറ്റൽ തിയറീസ് ആണ്. കേട്ടറ്റിനും സീറ്ററ്റിനും ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ജെറോം ബ്രൂണർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കറിയാം സീറ്ററ്റിൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, സെപ്റ്റംബറിലാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിനകത്ത് അദ്ദേഹത്തിൻ്റെ കോർ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ കോർ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് മെയിൻ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് കൺസ്ട്രക്റ്റിവിസം തന്നെയാണ്. അതായത് കുട്ടി എന്ത് ചെയ്യുന്നു, അറിവ് നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് പഠനമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതിലാദ്യം പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് തിയറിയാണ്, അതായത് സജീവ പഠനം. കേട്ടിട്ടുള്ളവർക്ക് മലയാളം കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കൺസ്ട്രക്റ്റിവിസം എന്താണെന്ന്. ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് പാസീവ് പാർട്ടിസിപ്പൻസ്, ദേ ആർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഹു കൺസ്ട്രക്ട് ദിയർ ഓൺ നോളജ് ബൈ ഇൻട്രാക്ടിങ് വിത്ത് ദ എൻവയോൺമെൻറ്റ് റാദർ ദാൻ പാസീവ്ലി റിസീവിങ് ഇൻഫർമേഷൻ. പാസീവായിട്ട് ചുമ്മാ ഒരിടത്തിരുന്ന് ലെക്ചർ മെത്തേഡ് വഴിയോ, അതായത് ടീച്ചർ പറയുന്നു കുട്ടി കേട്ട് പഠിക്കുന്നു എന്ന മെത്തേഡ് വഴിയല്ല, പകരം എന്ത് ചെയ്യുന്നു, കുട്ടി സ്വയം അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഒരു ആക്റ്റീവ് ഏജൻ്റായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചുറ്റുപാടുകളുമായി ഇടപഴകി സ്വന്തമായി അറിവ് നിർമ്മിച്ചെടുക്കുന്നു. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറിയെ അദ്ദേഹം മൂന്ന് ഘട്ടങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്, രണ്ടാമത്തേത് ഐക്കോണിക് സ്റ്റേജ്, മൂന്നാമത്തേത് സിംബോളിക് സ്റ്റേജ്. അപ്പോൾ ഒന്നുകൂടെ പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തേത് ഇനാക്റ്റീവ് സ്റ്റേജ്, അത് കഴിഞ്ഞ് വരുന്നത് ഐക്കോണിക് സ്റ്റേജ്, പിന്നെ സിംബോളിക്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇത് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറി. അദ്ദേഹം തന്നെ കുട്ടികളുടെ വളർച്ചയെ 3 ഘട്ടങ്ങളിലായി തിരിക്കുന്നു. ആദ്യത്തേതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്. അത് നമ്മുടെ ജനനം മുതൽ 1 വയസ്സ് വരെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് പറയാം പ്രവർത്തനാത്മക, തെറ്റാണ് കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. പ്രവർത്തനാത്മക ഘട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇനാക്റ്റീവ്, ആക്ഷൻ, ആ വേർഡിൽ നിന്ന് നമുക്ക് പഠിക്കാം. ആക്ഷൻസിലൂടെ, മെയിനായിട്ട് ഫിസിക്കൽ ആക്ഷൻസിലൂടെ, ടച്ചിങ്, മൂവിങ്, അല്ലെങ്കിൽ ചുറ്റുമുള്ളതിനെയൊക്കെ തൊട്ടും വലിച്ചും കീറിയും പൊട്ടിച്ചും ഒക്കെ ഉള്ള പഠന രീതിയാണെന്ന് പറയുന്നത് ഇനാക്റ്റീവ് സ്റ്റേജിൽ നടക്കുന്നത്. എന്തൊക്കെയാണ്? ടച്ചിങ്, മൂവിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ഡയറക്ട്ലി ഇൻ ദ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ്. ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി സ്വയം മുന്നിൽ കാണുന്നത്, അവൻ്റെ ചുറ്റുപാടുമുള്ള, അല്ലാതെ നമുക്കറിയാം ചിന്താശേഷിയൊന്നും വളർന്നിട്ടില്ല, അപ്പോൾ തൻ്റെ മുന്നിൽ എന്താണോ കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനം. അതും ആക്റ്റീവായിട്ട് ഫിസിക്കൽ ആക്ഷൻസിലൂടെ നടക്കുന്നതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് ആക്ഷൻ എന്ന് തന്നെ ആലോചിച്ച് വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റേജാണ് ഐക്കോണിക് സ്റ്റേജ്, അല്ലെങ്കിൽ ഐക്കോണിക് മോഡെന്ന് തന്നെ പറയുന്നത്. ഇത് നമ്മൾ ചിത്രഘട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഇവിടെ കുട്ടി കുറച്ചും കൂടി ഒരു വയസ്സ് മുതൽ 6 വയസ്സ് വരെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം കുട്ടികൾ ഈ പ്രായത്തിൽ ചുവരുകളിലൊക്കെ ചിത്രങ്ങൾ കോരി വരയ്ക്കാറുണ്ട്, അല്ലെ കൈ കിട്ടുന്ന എന്തുകൊണ്ടും അവൻ കാണുന്ന എന്തൊക്കെയോ ഇങ്ങനെ വരയ്ക്കാറുണ്ട്, ചിലപ്പോൾ കാണുന്ന എന്തിനെങ്കിലുമൊക്കെ. അപ്പോൾ ആ സ്റ്റേജാണെന്ന് പറയുന്നത് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ വസ്തുക്കളെ കയ്യിലുണ്ടാവില്ല, പക്ഷെ കയ്യിലില്ലാത്ത വസ്തുക്കളെയും നേരിട്ട് കാണാതെ തന്നെ എന്ത് ചെയ്യുന്നു, ചിത്രങ്ങളായി മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ അതായത് ഒരു മനസ്സിൽ അതിൻ്റെ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ പുറത്തേക്ക് എടുക്കുന്നു. അതാണ് അവൻ്റെ മെൻ്റൽ പിക്ചേഴ്സ്, ഡയഗ്രാംസ്, അങ്ങനെ വിഷ്വൽ മോഡ്സ് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഐക്കോണിക് സ്റ്റേജ്, അല്ലെങ്കിൽ 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ സിംബോളിക് മോഡ്, അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ്. ഈ സിംബോളിക് സ്റ്റേജ് 7 വയസ്സിന് മുകളിൽ പ്രായമുള്ള, 7 വയസ്സിന് മുകളിൽ. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇനാക്റ്റീവ് സ്റ്റേജ്, അത് 1 വയസ്സ് വരെ. ആ 1 വയസ്സിന് ശേഷം നമ്മൾ രണ്ടാമത് പറഞ്ഞതാണ് ഐക്കോണിക് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് സിംബോളിക് സ്റ്റേജ്, 7 വയസ്സിന് മുകളിലുള്ളത്. 7 വയസ്സ് തൊട്ട് അതിന് മുകളിലേക്ക്. ഈ സിംബോളിക് ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഭാഷ പോലുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി അമൂർത്തമായ ആശയങ്ങൾ, ഭാഷ, ഗണിത ചിഹ്നങ്ങൾ എന്നിവയിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നു. അങ്ങനെ അത് കുറച്ചുകൂടെ ഉയർന്ന കാലഘട്ടമാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്ന പോലെ അബ്സ്ട്രാക്ട് തിങ്കിങ് ആയിക്കോട്ടെ, അബ്സ്ട്രാക്ട് തിങ്കിങ്ങും റിവേഴ്സലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കാൻ ശ്രമിക്കുന്നത് 7 വയസ്സിന് മുകളിലേക്കാണ്. നമുക്കറിയാം ഇത് വരുന്നത് നമ്മുടെ പിയാഷയുടെ ഒക്കെ ആണെങ്കിൽ 4ാമത്തെ സ്റ്റേജിലാണ്, 7 മുതൽ 11, അതിന് മുകളിലേക്ക് വരുന്ന പ്രായത്തിൽ തന്നെയാണ്. ഇവിടെ ഇദ്ദേഹം 3 സ്റ്റേജിലായിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, അത് കഴിഞ്ഞ് വരുന്ന സിംബോളിക് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജിൽ ആക്ഷൻസിലൂടെ പഠിക്കുന്നു. ഐക്കോണിക് സ്റ്റേജിൽ സിമ്പിൾസ് ഉണ്ടാക്കുന്നു, ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു, കാണാത്ത വസ്തുക്കളുടെയും ചിത്രങ്ങളെ അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉയർന്ന തലമാണ്. ഇവിടെയാണ് ലാംഗ്വേജ്, ഭാഷ,
അതായത് വേർഡ്സ്, മാത്തമെറ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു തലത്തിലേക്ക്, യുക്തിചിന്തയൊക്കെ വളർന്ന ഒരു തലത്തിലേക്ക് കുട്ടി എത്തുന്നത് 3ാമത്തെ ഘട്ടത്തിലാണ്. അപ്പോൾ ഇത് 3ുമാണ് ബ്രൂണറുടെ പ്രധാന ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് സ്പൈറൽ കരിക്കുലം. ഈ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ആൻസർ ബ്രൂണറാണ്. ഇവിടെ എന്താണ് സ്പൈറൽ കോൺസെപ്റ്റ്? സ്പൈറൽ എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക, ഒരു വർത്തുള, അതായത് നമ്മൾ സർപ്പിള പാഠ്യപദ്ധതി എന്നോ വർത്തുള പാഠ്യപദ്ധതി എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതാണ് സ്പൈറൽ കരിക്കുലം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, നമ്പേഴ്സ് പഠിപ്പിച്ചതിന് ശേഷമാണ് കൂട്ടാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. കൂട്ടാനും കുറയ്ക്കാനും പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് എത്തുന്നത്? മൾട്ടിപ്ലിക്കേഷനിലേക്കും ഡിവിഷനിലേക്കും ഒക്കെ എത്തുന്നത്. അതുപോലെ തന്നെ ലെറ്റേഴ്സ് പഠിപ്പിച്ചതിന് ശേഷം 1, 2 അല്ലെങ്കിൽ 2, 3 ഒക്കെ ലെറ്റേഴ്സ് വരുന്ന വാക്കുകൾ പഠിപ്പിക്കുന്നു. ആ വാക്കുകൾ കൂട്ടിച്ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെയാണ്, കുറച്ചതിൽ നിന്ന് ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്നു. വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് കുട്ടിയുടെ ഓൾറെഡി അറിവുള്ള കാര്യങ്ങളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്സ് പഠിപ്പിക്കുന്നു. അതായത് കോംപ്ലക്സ് ടോപ്പിക്സ് എപ്പോഴും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിംപ്ലിഫൈഡ് ലെവലിൽ നിന്നും, ആ സിംപ്ലിഫൈഡ് ലെവൽ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിനെ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്ത് റിപ്പീറ്റഡ്ലി പഠിപ്പിച്ച് ആ കോംപ്ലക്സ് ടോപ്പിക്കിലേക്ക് എത്തിക്കുന്നതാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാശയത്തെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു. കുറച്ചുകൂടി സങ്കീർണമാകുമ്പോൾ വീണ്ടും നമ്മൾ പഠിച്ച കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറയും. നമുക്കറിയാം, മൾട്ടിപ്പിൾ അഡിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തിച്ച് കൂട്ടുന്നത്. അപ്പോൾ കൂട്ടുക എന്ന് പറയുന്ന പ്രക്രിയ നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു കുട്ടി അത് വീണ്ടും റീവിസിറ്റ് ചെയ്ത കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? ഈസി ആയിരിക്കും. അത് കോൺസെപ്റ്റ് എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഇതിനാണ് നമ്മൾ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. അടുത്തത് സ്കഫോൾഡിംഗ് ആൻഡ് ഡിസ്കവറി ലേണിംഗ്. ഇവിടെ നമ്മൾ സ്കഫോൾഡിംഗ് പറയുമ്പോൾ മാറിപ്പോകരുത്. സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത് ബ്രൂണറാണ്, പക്ഷെ അത് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വൈഗോട്സ്കിയുമായിട്ടാണ്. ഓക്കെ, സ്കഫോൾഡിംഗ് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? വൈഗോട്സ്കി ആയിട്ടാണ്. അപ്പോൾ സ്കഫോൾഡിംഗ് എന്താണെന്ന് പറഞ്ഞത് ബ്രൂണറാണ്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സപ്പോർട്ട്, നമുക്കറിയാം, താൽക്കാലികമായി എന്ത് ചെയ്യുന്നു, കൊടുക്കുന്ന പിന്തുണയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അവിടെ ടീച്ചർ എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്ററായിട്ടോ ഗൈഡായിട്ടോ ഒക്കെ മാത്രം ആക്ട് ചെയ്യുന്നു. കുട്ടിയുടെ തന്നെ കഴിവ് ഉയർത്തി സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് വരെ ആ ടീച്ചർ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. ആ കുട്ടി അതിൽ മാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ആ സപ്പോർട്ട് പതിയെ പിൻവലിക്കുന്നു. ഇതാണ് സ്കഫോൾഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഡിസ്കവറി ലേണിംഗ്. ഡിസ്കവർ ചെയ്യുന്നു. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാലേ ഡിസ്കവറിയാണ്, അല്ലെങ്കിൽ കുട്ടി സ്വയം നോളജിനെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾ അവർ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനേക്കാൾ അതാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ആക്റ്റീവ് ഏജൻ്റായിട്ടിരുന്നു കൊണ്ട് ഡിസ്കവർ ചെയ്യുന്നു. ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്നത് എന്താണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്താണെന്ന് അവർ തന്നെ ഡിസ്കവർ ചെയ്യുന്നതിനെയാണ് ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ ഡിസ്കവറി ലേണിംഗ് സ്പൈറൽ ലേണിംഗ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൂണറുമായിട്ടാണ്. സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ബ്രൂണറാണ്, പക്ഷെ അത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നു. അതിൻ്റെ പ്രൊപ്പഗേറ്റർ ആണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആരെന്ന് എഴുതാം? നമ്മുടെ വൈഗോട്സ്കി ആണെന്ന് എഴുതാം. ഇനി നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. CTET-നാണല്ലോ എടുത്ത് വന്നിരിക്കുന്ന ഒരു എക്സാം, അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ജെറോം ബ്രൂണർ, വാട്ട് ആർ ദ 3 മോഡ്സ് ഓഫ് കോഗ്നിറ്റീവ് റെപ്രസെൻറ്റേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ് അത് ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ സ്റ്റേജ് ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. അതാണ് ബ്രൂണർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ആൻസർ എന്തായിരുന്നു? ബി, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇതാണ് ബ്രൂണറുടെ 3 വികസന ഘട്ടങ്ങളെന്ന് പറയുന്നത്. നമ്മളിതിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, ഇനാക്റ്റീവ് എപ്പോഴും ആക്ഷൻ ആണെന്ന് ആലോചിക്കുക. ഇനാക്റ്റീവ് ആ വാക്കിൽ തന്നെ ഉണ്ട്, ആക്ഷൻ ബേസ്ഡ് ആണ്. ഐക്കോണിക്, ഇമേജുകളാണ് ഐക്കോണിക് എന്ന് പറഞ്ഞാൽ, ഐക്കൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇമേജ് ബേസ്ഡ് ആണെന്ന് ആലോചിക്കുക. സിംബോളിക് എപ്പോഴും സിമ്പിൾസ്, ലാംഗ്വേജ് ഒക്കെയാണ്. ആ ലാംഗ്വേജ്, ഭാഷ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള നൊട്ടേഷൻസ് അതെല്ലാം വരുന്നത് 3ാമത്തെ സ്റ്റേജിലാണ്. അടുത്ത 2ാമത്തെ ചോദ്യം കേട്ടറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് കരിക്കുലം അപ്രോച്ച് റീവിസിറ്റ്സ് ബേസിക് കോൺസെപ്റ്റ്സ് റിപ്പീറ്റഡ്ലി അറ്റ് ഇൻക്രീസിംഗ് ലെവൽസ് ഓഫ് കോംപ്ലക്സിറ്റി? അടിസ്ഥാന ആശയങ്ങൾ ആവർത്തിച്ചു കൂടുതൽ സങ്കീർണമായ തലങ്ങളിൽ അവതരിപ്പിക്കുന്ന പാഠ്യപദ്ധതി രീതി ഏതാണ്? അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, സ്പൈറൽ കരിക്കുലം, പിന്നെ അതുപോലെ തന്നെ ഡിസ്കവറി ലേണിംഗ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചതിന് ശേഷം സങ്കീർണമായ തലങ്ങളെ കൂടി അവതരിപ്പിക്കുന്നത് ഏത് പഠന രീതിയിൽ പാഠ്യപദ്ധതി രീതിയാണ്?
ഇവിടെ പറയുന്നത് ഓപ്ഷൻ എ ഹിഡൻ കരിക്കുലം, ബി കോർ കരിക്കുലം, സി സ്പൈറൽ കരിക്കുലം, ഡി ആക്ടിവിറ്റി ബേസ്ഡ് കരിക്കുലം. എപ്പോഴും നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വാക്ക് ടേം കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, ദിസ് ഈസ് സ്പൈറൽ കരിക്കുലം ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ഹൂം? ജെറോമസ് ബ്രൂണർ. അപ്പോൾ അവിടുത്തെ ആൻസർ ബി ആണ്, സ്പൈറൽ കരിക്കുലം. സ്പൈറൽ കരിക്കുലം നമ്മൾ പറഞ്ഞു പോപ്പുലറൈസ്ഡ് ബൈ ബ്രൂണർ. വീണ്ടും ഫണ്ടമെൻ്റൽ ഐഡിയാസ് റീവിസിറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് സ്പൈറൽ കരിക്കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം വീണ്ടും സീറ്ററിന് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ബ്രൂണറുടെ തിയറി അനുസരിച്ച് ലേണിംഗ് ത്രൂ ഫിസിക്കൽ ആക്ഷൻസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ് ഇൻ ഏർലി ഇൻഫൻസി ചെറിയ പ്രായത്തിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തും പഠിച്ചും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ഷൻസിലൂടെ. ആക്ഷൻസ് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ആക്ഷൻസ് ഇസ് കണക്റ്റഡ് ടു ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ്. അപ്പോൾ ആൻസർ എന്താണ്? ബി ഇനാക്റ്റീവ് ആണ്. ആ ഓർഡറിൽ ഒന്നുകൂടെ പറയാം, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഇവിടുത്തെ ആൻസർ ഇനാക്റ്റീവ് ആണ്. ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ വസ്തുക്കളെ കൈകാര്യം ചെയ്തുള്ള പഠനമാണെന്ന് പറയുന്നത് ഇനാക്റ്റീവ് മോഡ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊവൈഡിങ് ടെമ്പററി ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് ടു സ്റ്റുഡൻസ് ടു ഹെൽപ്പ് ദം അച്ചീവ് മാസ്റ്ററി ഇസ് കോൾഡ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയം കൈവരിക്കുന്നതിനായിട്ട് കൊടുക്കുന്ന താൽക്കാലിക പിന്തുണ, ടെമ്പററി ഹെൽപ്പ്, അതാണെന്തെന്ന് പറയുന്നത് സ്കഫോൾഡിങ്. അങ്ങനെ ആലോചിക്കുക, ഒരു ടെമ്പററി സപ്പോർട്ടാണെന്തെന്ന് പറയുന്നത് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ടീച്ചർ അവിടെ ആ കുട്ടി അതിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ആ പിന്തുണ എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു. ഇതാണ് സ്കഫോൾഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്രൂണറുടെ ഭാഗത്തു നിന്ന് ചോദിച്ചുള്ള കുറച്ച് PYQs മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരാളുമായിട്ട് വരാം. ഓക്കെ, താങ്ക്